കഥയുടെ തുടക്കം മേഘാലയയുടെ ഒരു മലമ്പ്രദേശത്താണ്, അതായത് യാനി ജലഗ്രാമം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ വർഷം മുഴുവൻ മഴ പെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയുള്ള ജനങ്ങൾ വളരെ ആഗ്രഹത്തോടെ കൃഷി ചെയ്യും. പിന്നെ തന്റെ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. നല്ല കാര്യമാണ്. ഇപ്രാവശ്യവും നമ്മളുടെ അധ്വാനത്തിന് നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. ഇത് നോക്ക് കമല, ഈ വർഷം ബിട്ടു നഗരത്തിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ ഞാൻ അവന് പുതിയ ബൈക്ക് വാങ്ങിത്തരും. തീർച്ചയായും, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. എന്റെ മോൻ വലിയ ആളായി വരും. അവൻ ഒരുപാട് ദിവസമായി ബൈക്ക് വേണമെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. നീ ശരിയാണ് പറയുന്നത്. നമ്മളുടെ മോന് ബിട്ടു വളരെ ബുദ്ധിശാലിയാണ് കമല. അവൻ ഇതുവരെ നമ്മളുടെ അടുത്ത് ഏതൊരു കാര്യത്തിനും വാശി പിടിച്ചിട്ടില്ല. രാത്രിയും പകലും പഠിച്ച് കഷ്ടപ്പെട്ട് അവന്റെ അധ്വാനം കാരണം സ്കോളർഷിപ്പ് മേടിച്ചു. പിന്നെ നഗരത്തിലേക്ക് പഠിക്കാൻ പോയി. ഇന്ന് കണ്ടില്ലേ, ഞാൻ നമ്മൾ വാങ്ങിയ മൊത്ത കടനും അടച്ചിട്ട് പൈസ സേവ് ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ മോന് ബിട്ടുവിന് ബൈക്ക് വാങ്ങി തരാൻ പോകുന്നത്. ശരി ചേട്ടാ, ഇത് യഥാർത്ഥത്തിൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ വേഗം ചെന്ന് കടൻ വാങ്ങിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യൂ. പിന്നെ എല്ലാം ശരിയാകും. പക്ഷേ ഏത് വിശ്വാസത്തോടെ രമാകാന്ത് കടൻ നൽകുന്ന ആളിനെ ചെന്ന് കണ്ടോ, ആ വിശ്വാസത്തിന് വിരുദ്ധമായി ഒരു സംഭവം നടന്നു. എന്ത്? ഞാൻ തരാൻ വേണ്ടിയ പൈസ ഇനിയും 7 ആഴ്ച ഉണ്ടോ? അതെ രമാകാന്ത് ചേട്ടാ, നിങ്ങൾ ഇനിയും 7 ആഴ്ചകൾ പണം തരണം. പക്ഷേ അത് എങ്ങനെ സാധ്യമാണ്? ഞാൻ എൻ്റെ പൈസ എല്ലാം ശരിയായിട്ട് തന്നല്ലോ. ഇവിടെ നോക്ക്, ഞാൻ ശരിയായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ? കാണിക്ക്. എന്താ ഇത്? ഇതിൽ നമ്പർ മാത്രമാണ് ഉള്ളത്, 1, 2, 3. പക്ഷേ ഇത് ഇതിനെ പറ്റിയാണ്. ഇതിനെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും? ഇതിൽ നിങ്ങൾ ഏതൊരു തീയതിയും എഴുതിയിട്ടില്ല, എൻ്റെ സൈനും അതിലില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഇത് സത്യമാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കാനാ? പക്ഷേ പോണ ആഴ്ചയാണ് നിങ്ങൾ പറഞ്ഞത്. ഈ ആഴ്ചയാണ് അവസാനത്തെ ആഴ്ച. എന്ത്? ഞാൻ പറഞ്ഞോ? എപ്പോഴാണ്? അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് രമാകാന്ത് ആകെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം അയാളെ പറ്റിക്കുകയാണെന്ന്. എന്താ? എന്തിനാ എന്നെ സംശയത്തോടെ നോക്കുന്നത്? ഞാൻ ഏതൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് സാക്ഷിയായിട്ട് നിങ്ങൾ തന്ന പേപ്പർ പോലുമുണ്ട്. അതിൽ തെളിവായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ കടനെല്ലാം തന്നു, ഇനിയും 7 ആഴ്ച കടനാണ് ബാക്കിയുണ്ടെന്ന്. അതും ഞാൻ ശരിയായ സമയത്ത് തിരിച്ചു തരുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് കടൻ തീർന്നതിനുള്ള പത്രമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. കടൻ തീർന്ന പത്രമോ? ചേടാ രമാകാന്ത്, നിങ്ങൾക്കെന്താ വട്ടാണോ? എങ്ങനെയാണ് കടൻ തീർന്നത്? ഇവിടെ നോക്ക്, നിങ്ങൾക്ക് പ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആ പത്രം കുറിച്ചിയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, ആ പത്രത്തിനെ ഒരു പ്രാവശ്യം വായിച്ചു നോക്കുന്നേ. പക്ഷെ നിങ്ങളാണ് അത് വായിക്കാതെ വിട്ടത്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ കള്ളം പറയാൻ വിശ്വസിക്കുന്നുവോ? ഇത് ശരിയല്ല രമാകാന്ത്. ഇപ്പോൾ പോകോ. അടുത്ത ആഴ്ച വരുമ്പോൾ പണം എടുത്തുകൊണ്ടുവരോ. മനസ്സിലായോ? ചെല്ല്. കടൻകാരൻ പറഞ്ഞത് കേട്ടിട്ട് രമാകാന്ത് ആകെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പഠിക്കാത്തത് കാരണം കടൻ തന്ന ആൾ അദ്ദേഹത്തെ പറ്റിക്കുകയാണെന്ന്. പക്ഷെ പാവം, അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അയ്യോ ചേട്ടാ, നിങ്ങൾ എന്തായി പറയുന്നേ? ആ കടൻകാരൻ എന്താണ് പറഞ്ഞത്? ഇനിയും 7 ആഴ്ച കെട്ടണമെന്നോ? പക്ഷെ അതെങ്ങനെ സാധിക്കാനാണ്? നമ്മൾ ആഴ്ചതോറും കാശ് നൽകി അദ്ദേഹത്തിന്റെ കടൻ അടച്ചതല്ലേ, പിന്നെ ഇതെങ്ങനെ? നമ്മൾക്ക് വലിയ ദ്രോഹം നടന്നു കമല. ആ കടൻ തന്ന ആള് നമ്മളെ പറ്റിച്ചു. നമ്മളുടെ നല്ല സ്വഭാവത്തിനെ അവർ യൂസ് ചെയ്തു. എല്ലാം പൂർത്തിയായി പോയി. ഇപ്പോൾ എന്നെ കൊണ്ട് ബിട്ടുവിനെ ഏതും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവം രമാകാന്ത്, ആ കടൻകാരൻ അദ്ദേഹത്തെ പറ്റിച്ചത് കാരണം അദ്ദേഹം ആകെ വിഷമത്തിലായി. അദ്ദേഹം തന്റെ മകനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നം തവിട് പൊടിയായിപ്പോയി. അദ്ദേഹം രാത്രി പകലായി ഈ കടനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചു. ഇതേ വിഷമത്തോടെ ഒരു ദിവസം രാത്രി സമയത്ത് നല്ല മഴയിൽ രമാകാന്ത് ലഹരിയോടെ നദിക്കരയിനടുത്തേക്ക് ചെന്നു. എല്ലാവരും തെറ്റായിട്ടുണ്ട്. എല്ലാവരും ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മകന് വേണ്ടി പുതിയ ബൈക്ക് വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ കടൻ തന്ന ആൾ എൻ്റെ അടുത്ത് എല്ലാം പറിച്ചു, എല്ലാവറ്റിനെയും പറിച്ചു. പെട്ടെന്ന് നദിയിൽ വേഗത്തിലുള്ള മഴ കാരണം ഒരു ജലചക്രം രൂപം കൊണ്ടു. അത് വട്ടമായി ചുറ്റാൻ തുടങ്ങി. ചേടാ, എന്താണിത്? ഈ നദിയിലുള്ള വെള്ളം എന്തിനാ ഇങ്ങനെ ഉള്ളത്? ഒരു പക്ഷേ ഇത് എൻ്റെ സ്വപ്നമാണോ? അല്ല, നീ കാണുന്നത് സ്വപ്നമല്ല. ചേടാ, എന്താണിത്? ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ ചെവി സംസാരിക്കുന്നതോ എന്തോ? ഇല്ല, ചെവി സംസാരിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ ആരാണ്? ആരെങ്കിലും എൻ്റെ മുൻപിലോട്ട് വരൂ.
അപ്പോഴാണ് ആ വെള്ളത്തിലുള്ള ജലചക്രം ഒരു ബലൂൺ പോലെ പൊട്ടിയത്. അപ്പോൾ രമാകാന്തിന്റെ ഓർമ്മ വന്നു. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു വലിയ കപ്പൽ നിൽക്കുകയായിരുന്നു. എടാ, എന്താ ഇത്? നീ ആരാണ്? ഞാനൊരു സാക്ഷർ ദേവതയാണ്. തന്റെ മാന്ത്രിക കപ്പൽ പള്ളിക്കൂടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവൾ. അവർക്കെന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടി. എന്ത്? കപ്പൽ പള്ളിക്കൂടമോ? എന്ന് വെച്ചാൽ ശരി, ചെന്ന് പിള്ളേരെ പഠിപ്പിക്കേ. എന്നെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? അതായത് നീയും ഈ മാന്ത്രിക മിതക്കുന്ന പള്ളിക്കൂടത്തിൽ ഉടനെ ചേർന്ന് പഠിക്കണം. എന്നിട്ട് ആ കടൻ നൽകിയവന് ഒരു പാഠം പഠിപ്പിക്കണം. ആ കടം കൊടുത്തതിനെ പറ്റി നിനക്കെങ്ങനെ അറിയാം? എനിക്കെല്ലാം അറിയാം രമാകാന്ത്. എങ്ങനെയാണോ നിന്റെ അറിവില്ലായ്മയെ ആ മോശമായ കടൻകാരൻ ഉപയോഗിച്ചതെന്ന്. അത് വലിയ തെറ്റാണ്. നീ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അത് ഞാൻ തീർച്ചയായും ചെയ്യും. പക്ഷെ എങ്ങനെ രമാകാന്ത്? വഴക്കിട്ടോ അല്ലെങ്കിൽ തല്ലുകൂടിയോ? അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും? ഒന്നും സംഭവിക്കില്ല. ആ കടൻകാരൻ നിന്നെ കുടുക്കിക്കളയും. കാരണം നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് നിനക്ക് രക്ഷ നേടാനും ആകും. പിന്നെ നിന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കാനും തുടങ്ങും. നീ നിന്നെ രക്ഷിക്കണമെന്ന് കരുതിയാൽ ഈ സ്കൂളിൽ ചേർന്ന് നീ പഠിക്കണം. ദേവത പറഞ്ഞത് കേട്ടിട്ട് രമാകാന്തിന് പഠിത്തത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം അതിന് ശരിയെന്ന് സമ്മതിച്ചു. ശരി, നിന്റെ ഈ മിതക്കുന്ന പള്ളിക്കൂടത്തിൽ ഞാൻ പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നീ തന്നെ നോക്കിക്കോ. വരാൻ പോകുന്ന 15 ദിവസം കൊണ്ട് നീ എത്രത്തോളം മാറുന്നുവെന്ന്. നമുക്ക് തുടങ്ങാം. വാ, അകത്തേക്ക് വാ. കപ്പൽ സ്കൂളിനകത്തേക്ക് അദ്ദേഹം ചെന്നു. അകത്ത് നോക്കിയപ്പോൾ ആ പള്ളിക്കൂടത്തിന്റെ ചുമരുകൾ എഴുത്തുകൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരുന്നു. പുസ്തകങ്ങൾ കാറ്റത്ത് പറന്നുകൊണ്ടിരുന്നു. പെൻസിലും പേനയും മനുഷ്യരെ പോലെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ മാന്ത്രിക മിതക്കുന്ന പള്ളിക്കൂടത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം രമാകാന്ത്. എന്റെ പൊന്നെ, ഇത് വളരെ അത്ഭുതമായ സ്കൂളായിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്നത് വളരെ സന്തോഷമായി തോന്നുന്നു. അവസാനം രമാകാന്ത് ആ ദേവതയെ വിശ്വസിച്ച് തന്റെ പഠിത്തം തുടങ്ങി. ഇതിൽ വലിയ കാര്യം എന്താണെന്നാൽ രമാകാന്തിന് പഠിക്കുന്നത് വളരെ ഇഷ്ടമായി. അദ്ദേഹം ദിവസവും നദിക്കരയിലേക്ക് ചെല്ലും, സ്കൂളിൽ പഠിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് പഠിത്തം ഒരുപാട് ഇഷ്ടമായി. ഉറക്കത്തിൽ പോലും ഇപ്പോൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. കാറ്റിന്റെ അത്ഭുതമായ ശക്തിയാണ് ആകായം. വെള്ളത്തിന്റെ അത്ഭുതമായ ശക്തിയാണ് കുടിക്കുന്ന വെള്ളം. അല്ല, നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? സ്വപ്നത്തിൽ വെള്ളം, ജലം, ആഹാരം, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? രമാകാന്തിന്റെ പഠിത്തത്തോടുള്ള ആഗ്രഹം കണ്ട് എല്ലാരും ഞെട്ടിപ്പോയി. ഒരു വിധേന 15 ദിവസം കടന്നു ചെന്നു. അങ്ങനെ മാന്ത്രിക മിതക്കുന്ന പള്ളിക്കൂടത്തിന്റെ പരീക്ഷയിൽ അദ്ദേഹം നല്ല മാർക്കോടെ പാസ്സായി. രമാകാന്ത്, നീ വിജയിച്ചിരിക്കുകയാണ്. നീ എല്ലാം പഠിച്ചിരിക്കുകയാണ്. ഇനി നോക്കിക്കോ, ഇനിയുള്ള ജീവിതത്തിൽ നിന്റെ അറിവ് കാരണം നിനക്ക് എന്ത് കിട്ടുന്നുവെന്ന്. ഇതെല്ലാം നിങ്ങളെ കൊണ്ടാണ് സംഭവിച്ചത്. ശരി, ഇതോടെ നമ്മുടെ യാത്ര അവസാനിച്ചു. നിനക്കറിയാമല്ലോ ഇനി എന്ത് ചെയ്യണമെന്ന്. രമാകാന്ത് പരീക്ഷയിൽ എങ്ങനെയോ പാസ്സായി. ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യവും അറിയാമായിരുന്നു. അടുത്ത ദിവസം അദ്ദേഹം കൺസ്യൂമർ കോർട്ടിൽ തനിക്കുണ്ടായ നഷ്ടത്തിനെക്കുറിച്ച് കേസിട്ടു. അന്വേഷിച്ചതിന് ശേഷം ആ കടൻകാരനെ പോലീസുകാർ പിടിച്ചു. രമാകാന്തിന് കടനിൽ നിന്നും മോചനം കിട്ടി. അതുമാത്രമല്ല, ആ കടൻകാരന് ശിക്ഷയായി രമാകാന്തിന് 50% നഷ്ടേട് നൽകാൻ പറഞ്ഞു. അതുകൊണ്ട് രമാകാന്തിന് തന്റെ മകൻ ബിട്ടുവിന് ബൈക്ക് വാങ്ങിക്കാൻ സാധിച്ചു. എന്റെ ദൈവമേ, ഇത് ശരിക്കും നല്ല കാര്യമാണ്. ഈ അത്ഭുതം ഞാൻ ചെയ്തതല്ല, നമ്മളുടെ ഗ്രാമത്തിലുള്ള മെതക്കുന്ന പള്ളിക്കൂടത്തിന്റെ അത്ഭുതമാണ്. എന്ത്? അവസാനം രമാകാന്ത്, കമല പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളോട് മിതക്കുന്ന സ്കൂളിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം എല്ലാരും ഓരോരുത്തരായി ആ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ വാങ്ങി. കുറച്ചു ദിവസത്തിനകം ആ ഗ്രാമത്തിലെ എല്ലാരും പഠിക്കാൻ തുടങ്ങി. ഗുണപാഠം: പഠിക്കാൻ വയസ്സ് ആവശ്യമില്ല, മനസ്സിൽ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായാൽ മതി. പിന്നെ മഴ, കപ്പൽ, ഇരുട്ടുപോലും വെളിച്ചമായി മാറിയേക്കാം. അറിവെന്നത് നമ്മൾ എല്ലാവർക്കും പകർന്നു നൽകണം. മാറ്റം എന്നത് എന്താണെന്നാൽ സ്വപ്നങ്ങളെ വയസ്സുകൊണ്ട് തൂക്കി നോക്കുന്നതല്ല,